പരീക്ഷയുടെ കാലമാണ്. നന്നായി പഠിക്കുക എന്നതാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. പഠിച്ച് പ്രാർത്ഥിക്കുക, പഠിച്ചത് പരീക്ഷയ്ക്ക് വരിക എന്നതാണ് പരീക്ഷയുടെ ലക്കി എന്ന് പറയുന്നത്. ഉന്നത വിജയം ഏതൊരു കാൻഡിഡേറ്റ്സിന്റെയും സ്വപ്നമാണ്. ഉയർന്ന മാർക്കോടെ ഉന്നതമായ വിജയം നേടി വലിയ സ്വപ്നങ്ങളെ പൂവണിയിക്കുക, വലിയ ആഗ്രഹങ്ങളെ നേടിയെടുക്കുക, ഇതാവണം ഓരോ വിദ്യാർത്ഥിയുടെയും ആഗ്രഹം. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നിമിഷവും നമുക്ക് ഏറ്റവും അനിവാര്യമായ, അത്യാവശ്യമായ, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾക്ക് വേണ്ടി നാം സമയത്തെ ഉപയോഗപ്പെടുത്തുക. പരീക്ഷാ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. പരീക്ഷ എളുപ്പമാവാൻ മഹാന്മാര് പറഞ്ഞ ചില മാർഗനിർദ്ദേശങ്ങൾ: പരീക്ഷാ ദിവസങ്ങളിൽ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ് 7 തവണ ഓതി നെഞ്ചിലൂതുക. പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഉറങ്ങുന്നതിനു മുമ്പ് സൂറത്തുൽ വാഖിയയിലെ 11-12 ആയത്തുകൾ 11 തവണ ഓതുക. തഹജ്ജുദ് നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അറിയുന്ന സ്വലാത്ത് 11 തവണ ചൊല്ലുക. പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്ത് ഓതി പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുക. ചോദ്യപേപ്പർ ലഭിക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുക. ഉത്തരം കിട്ടാതിരിക്കുകയോ മറക്കുകയോ ചെയ്യുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ആവർത്തിച്ച് ചൊല്ലുക. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാതിരിക്കുമ്പോൾ തീർച്ചയായും നമുക്കത് ഉപകാരപ്പെടും. ആൻസർ പേപ്പർ കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅ്മതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്ന് ചൊല്ലുക. നല്ല വിശ്വാസത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായും പഠനത്തോടൊപ്പം പ്രാർത്ഥന കൂടി ഉണ്ടായാൽ ഉന്നതമായ വിജയം ലഭിക്കും.